പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഒന്നാം ശക്തി, ലോക പോലീസ് എന്നൊക്കെ പറഞ്ഞിരുന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ട്രംപ് പറയുന്നത് കാർഗ് ദ്വീപ് എന്നറിയപ്പെടുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഹെഡാണ്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന കാർഗ് ദ്വീപ്, അവിടെ നിന്നാണ് ഇറാന്റെ എണ്ണയെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ദ്വീപ് പിടിച്ചടക്കും എന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പലതവണ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയിരിക്കുകയാണ്. കാരണം പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി സൈനിക സാമഗ്രികളുമായി എത്തിയ അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവരെ വളയാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ സൈനിക സാമഗ്രികളെല്ലാം അവിടെ ഇട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവസാനം അവരുടെ യുദ്ധവിമാനങ്ങൾ പോലും ഇറാനിൽ നിന്നും കടത്താൻ കഴിയാതെ സ്വന്തമായി മിസൈലുകൾ ഉപയോഗിച്ച് അതെല്ലാം തകർത്ത് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവം ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്, ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിഴൽ പോലെ ട്രംപിനെ ഇത് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ട്രംപ് റിജക്റ്റഡ് പ്ലാൻസ് ടു ടേക്ക് കൺട്രോൾ ഓഫ് കാർഗ് ഐലാൻഡ്. ഇറാന്റെ കാർഗ് ഐലാൻഡ് ദ്വീപിന്റെ കൺട്രോൾ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പലതവണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിപ്പോൾ റിജക്ട് ചെയ്തിരിക്കുകയാണ്. അതേസമയത്ത് അതിന് കാരണം പറഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അമേരിക്കൻ ട്രൂപ്സ് വുഡ് ബി ഈസി ടാർഗറ്റ്സ്. അങ്ങനെ ഒരു ശ്രമം അമേരിക്ക നടത്തിയാൽ അത് അമേരിക്കൻ സൈനികരെ വളരെ സിമ്പിളായി അറ്റാക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പ്രസ്താവനകളായിരുന്നു, ഭീഷണികളായിരുന്നു ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് നോക്കൂ നിങ്ങൾ. ഇതാണ് നമുക്കറിയാം ഇറാൻ. ഈ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ദ്വീപാണ് കാർഗ് ദ്വീപാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ദ്വീപിനെയാണ് പിടിക്കും എന്ന് ട്രംപ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ ഒരു ഭാഗത്ത് അമേരിക്കയുടെ സൈനികർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ മുഴുവൻ കത്തിച്ചു കളയുക എന്നത് വളരെ സിമ്പിളായ കാര്യമാണ് എന്ന് ട്രംപിന് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. മാത്രമല്ല, ഇറാൻ ഒരുപക്ഷെ അവരെ കൊന്നുകളയുക എന്നതിനപ്പുറം ഈ കാർഗ് ദ്വീപ് വളഞ്ഞുകൊണ്ട് ആ സൈനികരെ ജീവനോടെ തന്നെ പൊക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് കരയുദ്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മഹത്തായ കാര്യമായിരിക്കും. അതിലൂടെ അമേരിക്കൻ സൈനികരെ ജീവനോടെ പിടികൂടാൻ സാധിക്കും. ഒരു സൈനികനെ വിട്ടുകൊടുക്കണമെങ്കിൽ ഞങ്ങൾ $1 ബില്യൺ അമേരിക്കയിൽ നിന്ന് വാങ്ങും. അതുകൊണ്ട് കരയുദ്ധം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു മഹത്തായ കാര്യമാണ് എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ട്രംപിന് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അതേ സമയത്ത് ട്രംപിനെ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റുകയില്ല. ഇതെല്ലാം ഏത് രീതിയിലുള്ള പ്രസ്താവനയാണ് ട്രംപ് നടത്തുന്നത്, വഴിതിരിച്ചു വിടാനുള്ള നീക്കങ്ങളാണോ എന്ന കാര്യവും പറയാൻ പറ്റില്ല. എന്തായിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇറാന്റെ കാർഗ് ദ്വീപ് പിടിച്ചടക്കാൻ അമേരിക്കൻ സൈനികരെത്തിയാൽ അത് ഇറാൻ അവരെ ശരിയാക്കുമെന്നതിൽ സംശയമില്ല. ആ സൈനികർക്ക് ജീവനുമായി തിരിച്ചു പോകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. ഇറാന്റെ ഇസ്ഫഹാനിൽ ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മിന്നൽ ഓപ്പറേഷൻ നടത്തിയ പോലെയല്ല ഇതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. അതിനവിടെ സൈനികരെ വിന്യസിക്കേണ്ടി വരും, സൈനികർ അവിടെ നിലയുറപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഘട്ടമുണ്ടായാൽ അവരെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ പൂട്ടുവാൻ, അവരെ പിടികൂടാൻ, അവർക്കെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഇറാന്റെ ഈ തീരപ്രദേശങ്ങൾ ഇറാന് ധാരാളമാണ്. മാത്രമല്ല, ഇവിടെയെല്ലാം ഒളിഞ്ഞു കിടക്കുന്ന പർവ്വതങ്ങളുടെ അടിഭാഗത്തുള്ള വലിയ ബങ്കറുകളിൽ നിന്ന് മിസൈൽ ഉപയോഗിച്ച് അവരെയെല്ലാം കത്തിച്ചു കളയുക എന്നത് ഇറാന് സിമ്പിളായ കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്ലാനുകളെല്ലാം ഇപ്പോൾ ട്രംപ് റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് വാർത്ത വരുന്നത്.